ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കൊരു വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം, എന്നാലേ ആ രീതിയിൽ നിങ്ങൾക്ക് അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മട്ടൻ കറിക്ക് വേണ്ടിയിട്ട് 1/2 കിലോ മട്ടനാണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ മട്ടൻ. പിന്നെ വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയ ഉള്ളി, ഒരു 10-12 കഷ്ണം ചെറിയ ഉള്ളി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു തുടം വെളുത്തുള്ളി. പിന്നെ ഞാൻ ഒരു സവാളയും ഒരു 4-5 പച്ചമുളകും കൂടി പ്രത്യേകം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വഴിയെ പറയാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, അത്രയും മതിയാവും. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതേവരെ അല്പം ഉപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടൻ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മട്ടൻ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ മേലിലേക്ക് ഞാൻ അല്പം എണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്, കാരണം ഇത് സ്റ്റീൽ കുക്കറാണ്. അപ്പം ഇതൊന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. മറ്റേ അലുമിനിയം കുക്കറാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5 വിസിൽ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മട്ടൻ വേവുന്ന സമയം കൊണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും സവാളയും ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം മട്ടൺ നമ്മൾ ഒരു 5 വിസിൽ വന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അരച്ചെടുത്ത കൂട്ടില്ലേ, അത് നമുക്കൊന്ന് വഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ സവാളയും പച്ചമുളകും കൂടി അരച്ചെടുത്തതാണ്. നല്ല എരിവുണ്ടാവും കേട്ടോ. നമുക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ചാൽ മതി. ഒരു 1-2 ഒക്കെ ചേർത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. ഇതിൻ്റെ വെള്ളമയമൊക്കെ മാറിയിട്ട് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം, എന്നാലേ ആ പച്ച കുത്തലൊന്ന് മാറി കിട്ടും. നോൺ സ്റ്റിക്കിലാകുമ്പോൾ നമുക്ക് അധികം എണ്ണ ആവശ്യം വരില്ല, കാരണം അടി പിടിക്കാൻ സാധ്യതയില്ലല്ലോ. സാധാരണ ഇരുമ്പേട്ടിയാണെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്നാൽ മതി, കുഴപ്പമില്ല. നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. പച്ച ചുവയൊക്കെ മാറി ഒരു മൂത്ത മണം നമുക്ക് വരും, നന്നായിട്ട് മൂക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വേവിച്ച മട്ടൺ അതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല, മട്ടണിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അതിൻ്റെ പച്ച ചുവയൊക്കെ നമുക്കൊന്ന് മാറി കിട്ടണം, എന്നാലേ ഏത് കറിക്കായാലും ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് മീറ്റ് മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാല. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരല്പം ഉപ്പ് കുറവുണ്ട്, ഞാൻ മേളിലേക്ക് ഒരല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്പം മാത്രം.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ മട്ടൻ കറി തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയാൽ മതി. ഒരുപാട് ഗ്രേവി ഒന്നുള്ള കറിയല്ല. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളാക്കി എടുക്കാൻ. നമ്മുടെ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ബ്രെഡിൻ്റെയൊക്കെ കൂടെ കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതിൻ്റെ എരിവ് മാത്രമായിരിക്കും ഇതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത്. നമുക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ വളരെ കുറച്ച് പച്ചമുളക് ചേർത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഈ രീതിയിൽ ചെയ്യുമ്പം നല്ല എരിവുള്ള പച്ചമുളകാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ എരിവ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.